ഈ സമാധി ആയതിനെ തുടർന്ന് ഞങ്ങൾക്ക് ഒരുപാട് സങ്കടങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വിഷമമാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ സംസാരിക്കുന്നില്ല. എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. അതായത് ഈ മഹാസമാധി ആയിരുന്ന എൻ്റെ അച്ഛനെ സമാധി പീഠത്തിൽ അങ്ങനെ സമാധി കുടികൊള്ളുന്ന സമയത്ത് ഇന്ന് അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇതിന് എതിരായിട്ട് നിന്നവർക്ക് അവർക്കെല്ലാവർക്കും നിയമപരമായി നടപടികൾ എടുക്കണം. പോലീസ് പറഞ്ഞു നിങ്ങളുടെ ഭാഗത്ത് യാതൊരുവിധ തെറ്റുമില്ല, ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നിമിഷം ഇത്രയും വിവാദമായ പശ്ചാത്തലത്തിൽ എന്താണ് അവസാനമായി പറയാനുള്ളത്? ചടങ്ങുകൾ മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെ ആയിരിക്കും? അത് നമ്മുടെ സാറിന്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഒരു സമാധി നടന്നിട്ട് അത് തന്നെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിച്ച് കൊണ്ടുപോകേണ്ടത് കേരളത്തിലെ ആദ്യത്തെ സ്ഥിതിയായിരിക്കും. അല്ല, അത് ഇപ്പോഴേ എല്ലാ സ്ഥലത്തുനിന്നും ഉള്ള മഠാധിപതികാരെ ക്ഷണിക്കും. കിട്ടുന്ന എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുവന്ന് അവർക്ക് വന്ന ഒരു അവഗണന, ഒരു സാധു സമാധിയായാൽ ആരുമില്ല എന്നുള്ളത് മാറി നാളെ വലിയ സംരംഭമായിട്ട് അതേ സ്ഥലത്ത് അദ്ദേഹത്തിന് സമാധി ഇരുത്തും. അത് ശരിക്കും അവരെ മക്കളോടെയൊക്കെ എല്ലാവരും മാപ്പ് ചോദിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം രണ്ട് പാവപ്പെട്ട ഒരു സമാധി, രണ്ട് മക്കള് അമ്മയും കരഞ്ഞു ഓ നമശിവ എന്ന് പറഞ്ഞിട്ട് ആരും അംഗീകരിച്ചില്ല. അവരെല്ലാവരും സംശയിച്ചു. ആ സംശയമെല്ലാം മാറിക്കൊണ്ട് അവർ അഗ്നി ശുദ്ധീകരിച്ചുകൊണ്ട് മക്കൾ വന്നിരിക്കുകയാണ്. രാജകീയമായിട്ട് നാളെ സമാധി ഇരുത്തും. ഗോപൻ സ്വാമി സമാധിയായി എന്നുള്ള ഒരു പോസ്റ്റർ പതിച്ചതോടെയാണ് ഈ ഒരു മരണം സംബന്ധിച്ച് വിവാദമുയർന്നതും. നാട്ടുകാരും മൃതദേഹം കാണാത്ത ഒരു സാഹചര്യത്തിലാണ് സംഭവം ദുരൂഹമായത്. ഇതോടെ പ്രദേശവാസിയുടെ പരാതിയിൽ പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ഇന്ന് ആ ഒരു കല്ലറ പൊളിച്ചെടുത്ത് മൃതദേഹം പുറത്തെടുത്തതോടെയാണ് കല്ലറയിലുള്ളത് മൃതദേഹം ഗോപന്റെ തന്നെയാണെന്നുള്ള കൗൺസിലർ ഉൾപ്പെടെയുള്ളവർ സ്ഥിരീകരിച്ചതും. ഇതോടെയാണ് മിസ്സിംഗ് കേസിന് പരിഹാരമായത്. ഇനി അറിയേണ്ടത് എങ്ങനെ മരിച്ചു എന്നതായിരുന്നു. സമാധാനപരമായി കല്ലറ തുറന്ന് മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത് പോലീസിനും ജില്ലാ ഭരണകൂടത്തിന് വലിയ ആശ്വാസമായി. കഴിഞ്ഞ ദിവസം കല്ലറ തുറക്കാൻ എത്തിയപ്പോൾ കുടുംബത്തിന്റെയും ചില സംഘടനകളുടെയും ഭാഗത്തു നിന്നുള്ള ഒരു എതിർപ്പുണ്ടായ സാഹചര്യത്തിൽ ശക്തമായ സുരക്ഷാ സന്നാഹമാണ് ഇന്ന് ഒരുക്കിയിരുന്നത്. 6 മണിയോടെ വനിതാ പോലീസ് ഉൾപ്പെടെ 100ഓളം പോലീസുകാരെ വിന്യസിച്ചു. കഴിഞ്ഞ ദിവസം ഗോപന്റെ ഭാര്യ സുലോചന ഉൾപ്പെടെ പ്രതിഷേധിച്ചിരുന്നത് കണക്കിലെടുത്തുകൊണ്ടാണ് വനിതാ പോലീസിനെയും എത്തിച്ചത്. 7 മണി കഴിഞ്ഞപ്പോൾ മൃതദേഹവും പുറത്തെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾ 2 മണിക്കൂർ നീണ്ടുവെന്നും ഡിവൈഎസ്പി പറഞ്ഞു. അതിനുശേഷമാണ് ഈ ഒരു മൃതദേഹത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ ഈ ഒരു മരണത്തിലെ ദുരൂഹതകൾ നീങ്ങാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. ഗോപൻ സ്വാമിയുടെ മരണം സ്വാഭാവികമാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രാഥമിക നിഗമനങ്ങൾ. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായ ശേഷമുള്ള ഒരു പ്രൈമറി റിപ്പോർട്ടിലാണ് ഇതൊരു കൊലപാതകമല്ല എന്ന തരത്തിലുള്ള ആദ്യത്തെ സൂചനകൾ വരുന്നത്. എന്നാൽ ഈ ഒരു കാര്യം സ്ഥിരീകരിക്കാൻ കൂടുതൽ വിശദമായിട്ടുള്ള ഒരു പരിശോധന തന്നെ വേണ്ടിവരുമെന്നും ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കൂടി ലഭിച്ച ശേഷം മാത്രമായിരിക്കും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുകയുള്ളൂ എന്നാണ് ഡോക്ടർ പുറത്തു പറയുന്നത്. ഈ ഒരു മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്നുള്ള ഒരു പ്രൈമറി റിപ്പോർട്ടിൽ ഇത് വ്യക്തമായതോടുകൂടി തന്നെ ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഇന്ന് തന്നെ വിട്ടു നൽകുമെന്നാണ് ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ മാസം 9-ന് പിതാവിന്റെ ആഗ്രഹപ്രകാരം സ്വർഗവാതിൽ ഏകാദശി ദിവസം അദ്ദേഹത്തെ സമാധി ഇരുത്തിയെന്ന് മക്കൾ വെളിപ്പെടുത്തിയതോടെയാണ് സംസ്ഥാനം ഏറെ കൗതുകത്തോടെ ചർച്ച ചെയ്ത സമാധി വിവാദത്തിന് തുടക്കമായത്. മരണത്തിൽ ദുരൂഹത ആരോപിച്ച് നാട്ടുകാരും ഇതിന് പിന്നാലെ പോലീസും കേസെടുത്ത് അന്വേഷണവും തുടങ്ങി. രോഗബാധിതനായി കിടപ്പിലായിരുന്ന ഗോപൻ വ്യാഴാഴ്ച രാവിലെ മരിച്ചെന്നും സമാധി ഇരുത്തി എന്നുമാണ് ഭാര്യ സുലോചനയും മക്കളായ രാജസേനനും സനന്ദനും ആദ്യം പറഞ്ഞത്. രാവിലെ 10ഓടെ അറയിലേക്ക് നടന്നുപോയി പത്മാസനത്തിലിരുന്ന പിതാവിന് വേണ്ടി പുലർച്ചെ 3 വരെ പൂജകൾ ചെയ്തതായും മകൻ രാജസേനൻ പിന്നീട് പോലീസിന് മൊഴി നൽകുകയുണ്ടായി. ആ സമയത്തായിരുന്നു ഈ ഒരു സമാധി പൂർത്തിയായതെന്നും പിന്നീട് ഈ ഒരു അറ കോൺക്രീറ്റ് സ്ലാബ് ഉപയോഗിച്ച് അടച്ചുവെന്നാണ് രാജസേനൻ പറഞ്ഞത്. ആരെയും മരണവിവരം അറിയിക്കാതെ സംസ്കാരം നടത്തിയതിൽ ദുരൂഹതയുണ്ട് എന്നായിരുന്നു ഈ ഒരു നാട്ടുകാരുടെ ആരോപണം. മരണം ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കാത്തത് കൊണ്ട് തന്നെ ഗോപനെ കാണാനില്ല എന്ന കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. സമാധി സ്ഥലം എന്ന തരത്തിൽ നിർമ്മിച്ച കോൺക്രീറ്റ് അറ പോലീസ് സീൽ ചെയ്യുകയും ചെയ്തു.
ഗോപൻ സ്വാമി എന്നറിയപ്പെടുന്ന ഗോപൻ വീട്ടുവളപ്പിൽ ശിവക്ഷേത്രം നിർമ്മിച്ച് പൂജകളും നടത്തിയിരുന്നു. ഇതിന് സമീപമാണ് ഗോപൻ തന്നെ നിർമ്മിച്ചുവെന്ന് പറയപ്പെടുന്ന സമാധിയറ. മരണശേഷം ദൈവത്തിന്റെ അടുക്കൽ പോകണമെങ്കിൽ മൃതദേഹം വീട്ടുകാരല്ലാതെ മറ്റാരും കാണിക്കരുതെന്ന് സമാധി ഇരുത്തണമെന്നുമാണ് ഇദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നത് എന്നായിരുന്നു മക്കൾ മൊഴി നൽകിയതും. മക്കളിൽ രാജസേനൻ കുടുംബക്ഷേത്രത്തിലെ പൂജാരിയാണ്. മരണം നടന്ന സമയം സുലോചനയും മകൻ രാജസേനനും മാത്രമായിരുന്നു വീട്ടിൽ. സമാധിയാകാൻ സമയമായെന്ന് അച്ഛൻ അറിയിച്ചതിനാൽ രണ്ടാമത്തെ മകനും മെക്കാനിക്കനുമായ സനന്ദനെ വിളിച്ചു വരുത്തുകയായിരുന്നു. കല്ലറ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ കഴിഞ്ഞ ദിവസം പോലീസും ജില്ലാ ഭരണകൂടവും ശ്രമിച്ചെങ്കിലും ഭാര്യയും മക്കളും വലിയ രീതിയിൽ ഇതിനെ പ്രതിഷേധം അറിയിച്ചതുകൊണ്ട് തന്നെ അവർ ആ ഒരു ശ്രമം അന്ന് ഉപേക്ഷിച്ചു. ഹിന്ദു ഐക്യവേദി, വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭ തുടങ്ങിയ സംഘടനകളുടെ നേതാക്കളും പ്രവർത്തകരും ഈ ഒരു വീട്ടുകാർക്ക് പിന്തുണയുമായി എത്തി. തുടർന്ന് കല്ലറ പൊളിച്ച് പരിശോധിക്കേണ്ടതുണ്ട് എന്നുള്ള നിയമപരമായിട്ടുള്ള നോട്ടീസ് കുടുംബാംഗങ്ങൾക്കും ആർഡിയുടെ ചുമതല വഹിക്കുന്ന സബ് കളക്ടർ OV ആൽഫ്രഡ് നൽകി. ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി കല്ലറ പൊളിക്കലിൽ നിന്ന് അധികൃതർ പിൻവാങ്ങിയതിനു ശേഷം നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിൽ നടന്ന ചർച്ചയിലാണ് നോട്ടീസ് നൽകിയ ശേഷം തുടർ നടപടി എന്ന് തീരുമാനമുണ്ടായത്. ഇതോടെയാണ് കുടുംബം ഹൈക്കോടതിയിലെത്തി സമാധിയുമായി ബന്ധപ്പെട്ട് 41 ദിവസത്തെ പൂജകൾ ഉണ്ടെന്നും കല്ലറ പൊളിക്കാൻ അനുവദിക്കരുത് എന്നുമായിരുന്നു ആവശ്യം. എന്നാൽ കല്ലറ പൊളിക്കുന്നതിനും പോസ്റ്റ്മോർട്ടം നടത്തുന്നതും അന്വേഷണത്തിന്റെ ഭാഗമാണെന്നും നടപടികൾക്ക് സ്റ്റേ അനുവദിക്കാനാകില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ട് കുടുംബത്തിന്റെ ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു. ഇതോടെയാണ് ഇന്ന് കല്ലറ പൊളിച്ചതും മൃതദേഹം കണ്ടെത്തിയതും.